ഞാൻ പാലാ രൂപതയിലെ സേവകപുരം ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങൾ 1 വർഷം മുമ്പ് ഇവിടെ വന്നിരുന്നു. എൻ്റെ ഭർത്താവ് ഡയബറ്റിക് മൂലം പണിയെടുക്കാൻ സാധിക്കാതെ ഇരിപ്പായിരുന്നു. ഞങ്ങളുടെ ബിസിനസ് ആകെ തകർന്ന് കടത്തിൽ ഞങ്ങൾ മുങ്ങി. അവസാനം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരം ആഹാരം കൊടുക്കാൻ പോകാൻ പറ്റാതെ രാത്രിയിൽ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ട് നേരം വെളുക്കോളം നോക്കിയിരുന്നു. ഞാനും എൻ്റെ ഭർത്താവും ചിന്തിച്ചു, എന്തായാലും നാളെ രാവിലെ തന്നെ അല്പം വിഷം വാങ്ങിച്ച് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെയും കൊടുത്ത് ഞങ്ങളും കൂടി കഴിച്ച് മരിച്ചേക്കാം എന്നൊരവസ്ഥയിലെത്തി. കാരണം ഞങ്ങളുടെ വീട് വിൽക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷെ കച്ചവടം ഒന്നും നടക്കുന്നില്ല. 52 ലക്ഷം രൂപ പറഞ്ഞ വീടിന് പറഞ്ഞ അവസാനം 28 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ ടോക്കൺ വാങ്ങാൻ വേണ്ടി തയ്യാറെടുത്തു. അതിൽ നിന്നും ഞാൻ അന്നേരവും മാതാവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇത്രയും നല്ലൊരു വീട് കൊടുത്തിട്ട് നമുക്ക് ഇനിയും ഇതുപോലൊരു വീട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് വാങ്ങരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവിന് തോന്നിയത് വാങ്ങണ്ട, കുറച്ചും കൂടി മുമ്പോട്ട് നോക്കാമെന്ന് തോന്നി. പിറ്റേ ദിവസം നേരം കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ ചേച്ചിയുടെ ഫോൺ വന്നു. ഇവിടെ നിന്ന് പാടിമണ്ണിലാണ് എൻ്റെ ചേച്ചിയെ കെട്ടിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ മോളാണ്, 3.5 വയസ്സുള്ള മോള് ഫോൺ എടുത്തേച്ചു പറഞ്ഞു, ആൻറ്റി ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല, ഞങ്ങൾക്ക് വിശക്കും ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പം എന്താ വിവരം ചോദിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അവരാണ് ഈ 9 മാസമായിട്ട് എനിക്ക് തന്ന് സഹായിക്കുന്നത്. അപ്പം എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഇനി നീ അവരെ ശല്യപ്പെടുത്തണ്ട, കാരണം നമ്മൾ എത്രത്തോളമാണ് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഞാനും ഓർത്തു, ശരി, അവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ അവൾ എനിക്ക് അന്നേരം തന്നെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തന്നു. എന്നോട് പറഞ്ഞു, നീ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്ക എന്ന് പറഞ്ഞു. അവസാനം ഉച്ചയായി. അന്നേരം ഇവിടുത്തെ പ്രാർത്ഥനയുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ല. ഉച്ചയായപ്പോൾ എനിക്കൊരു കോൾ കൂടി വന്നു. എന്നോട് പറഞ്ഞു, നീ ഇന്ന് തന്നെ വണ്ടി കയറണം, ഇവിടെ ഇന്നപോലെ ഒരു ധ്യാനം നടക്കുന്നുണ്ട്, ഇവിടെ അച്ഛനെ നാളെ നേരിട്ട് കാണാൻ പറ്റുന്ന ദിവസമാണ്, അപ്പൊ നീ ഇങ്ങ് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇന്നപോലെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് അങ്ങ് പോകാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, എങ്ങനെ പോകും? ഞാൻ പറഞ്ഞു, അവള് പൈസ ബാങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്, നമുക്ക് അതെടുത്ത് പോകാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, താഴെ കടയിൽ കൊടുക്കാനുള്ള പറ്റ് നമുക്ക് ആ പൈസയും കൊണ്ട് കൊടുക്കാം, എന്നിട്ട് അടുത്ത ആഴ്ച നമുക്ക് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവം ഇത് പോകാൻ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കരുതി. ലാസ്റ്റ് രാത്രി 10 മണിയായപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നാളെ എന്ത് വന്നാലും നമുക്ക് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ കുഞ്ഞുങ്ങളെ ആയിട്ട് ഇവിടെ വന്നു. അച്ഛൻ്റെ അടുത്ത് വന്ന് നേരിട്ട് കണ്ടു. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അച്ഛനോട് പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ ആദ്യം അച്ഛനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ വീടൊന്ന് വിൽക്കണം, അപ്പൊ ഞങ്ങളുടെ കടകളെല്ലാം ഞങ്ങൾക്കൊന്ന് മാറ്റാമല്ലോ എന്ന് കരുതി. അപ്പൊ അച്ഛൻ ഞങ്ങളോട് ചോദിച്ച ഒരു മറുപടി ഇതായിരുന്നു, നീ സേവ്യർപടം ഈ ലൈറ്റ് എന്തിനാണ് കത്തുന്നത് എന്ന് എന്നോട് ഞങ്ങളോട് 2 പേരോടും ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, പ്രകാശം ലഭിക്കാനാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതുപോലെ സേവ്യർപുരം ഇടവകയുടെ വിളക്കാണ് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് അവിടെ ഒരുപാട് കൃത്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ തന്നെ താമസിക്കണം. ആ വീട് സ്ഥലവും നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ട് നിങ്ങൾ അത് കൊടുക്കരുത്. തന്നെയല്ല, ഒരിക്കലും ഇനി അതുപോലൊരു ഭവനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അച്ഛന്റെ വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ പോന്നു. നീ പോയി നന്നായി പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ഷോൾഡർ എടുത്തിട്ടിരുന്ന റബ്ബർ പുള്ളി തന്നെ വെട്ടി. വില കുറഞ്ഞതുകൊണ്ട് പുള്ളിക്ക് വെട്ടാൻ തോന്നുന്നില്ല, പുള്ളി തന്നെ വെട്ടി പണിയെടുത്തു. ഞങ്ങളുടെ കടങ്ങളെല്ലാം കുറഞ്ഞു. ഞങ്ങൾക്ക് പോയ സാധനങ്ങളെല്ലാം ഞങ്ങൾക്ക് തിരിച്ചുണ്ടാക്കാൻ സാധിച്ചു. ഇന്ന് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു. 1 വർഷമായി. ഞങ്ങളിവിടെ അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ ഇന്നലെ വന്നു കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറയാണ്. പിന്നെ ഇന്നലെ അച്ഛനോട് ഞാനൊരു വിവരം കൂടി പറഞ്ഞു. അടുത്ത മാസം എനിക്കൊരു സർജറി പറഞ്ഞിട്ടുണ്ട്. 4 വർഷം മുമ്പ് ഒരു ഫൈബ്രോയിഡ് എൻ്റെ വയറ്റിൽ നിന്ന് എടുത്തതാണ്. ഇപ്പൊ 2 ഫൈബ്രോയിഡ് കൂടി ഉണ്ട്. അപ്പോൾ 2 മന്താണ് എനിക്ക് പറഞ്ഞിരിക്കുന്നത്. കാരണം എങ്ങനെയെങ്കിലും അതെടുത്ത് മാറ്റാൻ ഒരെണ്ണം റിസ്ക് ഉള്ളതാണ്, എത്രയും വേഗം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വിശ്വാസം ഇവിടെ വന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തായാലും എൻ്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, മഴ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ഉറച്ച വിശ്വാസത്തിൽ ഞാൻ പോവുകയാണ്. വീണ്ടും ഞാനിവിടെ വരും. എൻ്റെ വയറ്റിൽ ഇത് അടുത്ത മാസം എന്നോട് ചെക്കപ്പിന് എല്ലാം പറഞ്ഞിരിക്കുന്നതാണ്. ഞാൻ പോയി ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ഇതുപോലെ വന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ ഉറച്ച് ഇവിടെ വരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ ദൈവം കൈപിടിച്ചുയർത്തി. ഞങ്ങളുടെ ഭവനത്തിൽ നല്ല ഇതായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ ബിസിനസ്സിനോട് നന്ദി പറയുന്നു. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഒരിക്കൽ ഒന്നുകൂടി എഴുന്നേറ്റ് നിരാശകളും അസ്വസ്ഥതകളും ഒക്കെ കൊണ്ടുവരുന്നു. സാത്താൻ നിന്നെ ഗോതമ്പ് മണി പോലെ കൊടിക്കുവാൻ നിയമിച്ചു, എന്നാൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നീ അതിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. മടങ്ങി വരിക. നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്താൻ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് നിങ്ങളാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ അച്ഛൻ്റെ പ്രാർത്ഥനകളോടൊപ്പം ചേർത്ത് നിങ്ങൾ എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് അനുഭവമുള്ളത് കൊണ്ടാണ് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ഉറച്ച ബോധ്യം. സക്രിയാസ് ധൂപമർപ്പിക്കാൻ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ ജനം പുറത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു.
ഇതാണ് ഈ മലിഭവനത്തിലെ മോഹധ്യാനത്തിൽ എനിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടെ ഒരു മുൻപോട്ടുള്ള പണികളിൽ ധ്യാന കേന്ദ്രം തുടങ്ങുവാനും അതുപോലെ ഇവിടുത്തെ ശുശ്രൂഷകളൊക്കെ ഏത് പ്രതിബന്ധമുണ്ടായാലും എൻ്റെ ദൈവം ജനം, കർത്താവിൻ്റെ ജനം എന്നോട് ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ, അവരിൽ അച്ഛൻ പ്രതീക്ഷിച്ചിരുന്നവരിൽ അവരെ കർത്താവ് പണമേൽപ്പിച്ചിട്ടില്ല. എന്നാൽ പാവപ്പെട്ട ജനങ്ങളിൽ അച്ഛനെ ധ്യാനകേന്ദ്രത്തിലുള്ളതായ പണം തരാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ തരും. അതുകൊണ്ട് അച്ഛനൊന്നും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ ഒരിക്കലും പതരരുത്. ഒരിക്കൽ പോലും ഒന്നുമില്ലെന്നോ ബാങ്കിലൊന്നുമില്ലെന്നോ ഒന്നും കരുതണ്ട. അതെല്ലാം സമയാസമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ പുത്രനായ യേശുവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പിതാവ് സ്നേഹമാണെന്ന്, എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഇതെപ്പോഴും ശ്വസിക്കുമ്പോഴും ഉച്ഛസിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ നമ്മുടെ അതരത്തിലുണ്ടെങ്കിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹത്തെ സ്നേഹിച്ചാൽ, സ്നേഹിക്കുന്നവനെ സ്നേഹിച്ചാൽ സ്നേഹം ഇതാ കറങ്ങാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ കടകളും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടും. ഇത് അച്ഛനിൽ ഇത് വിശ്വാസം തന്നെ. ഇതിൽ ഓരോരുത്തർക്കും നിങ്ങൾ എന്നെ പോലെ തന്നെ എന്ന് വചനം പറഞ്ഞ പോലെ അതേ ത്രിത്വ ദൈവമാണ്. ഇത് എൻ്റെ ആലയമാണ്, ഇതെൻ്റെ ആലയമാണ്, ഇതെൻ്റെ ആലയമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വ ദൈവം വസിക്കുന്ന ആലയമാണ്. ഈ ആലയത്തെ നശിപ്പിക്കുന്നതിനെ ദൈവം നശിപ്പിക്കും, പിശാചിനെ ദൈവം നശിപ്പിക്കും. നിരാശപ്പെടാനോ പിശാചിന്റെ ശരീരമോ നമ്മുടെ ജീവിതമോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. തിന്മയുടെ ബന്ധനത്തിൽ നിന്ന് സാത്താന്റെ കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനും വേണ്ട പിശാചിനെ തോൽപ്പിക്കാനായിട്ട് ഈ മകൾക്ക് സാധിച്ചുവെങ്കിൽ അത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഓർത്തുകൊള്ളുക, ഒരു കുടുംബത്തെയും ഒരു തലമുറകളെയും ഒരു ദേശത്തെയും അനുഗ്രഹമാക്കി മാറ്റിയത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തണം. ഈശോ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു, നീ രക്ഷപ്പെട്ടു, നീ മടങ്ങി വരണം, നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തുവാനാണ്. മധ്യസ്ഥ പ്രാർത്ഥന ഇവിടെയുണ്ട്, നമുക്ക് ഇവിടെയും അനുഭവമുണ്ട്. അല്ലാതെ വീട്ടിലിരുന്നോട് ചെല്ലാം, ജപമാല ചെല്ലാം, 13 26 ഒരു കുറവുമില്ല. ഈ മകളെ രക്ഷിച്ച ഈ മകളുടെ മുളകൾക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞു. നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. തുടർന്ന് എല്ലാ കാര്യത്തിലും പരസ്പരം പ്രാർത്ഥിക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. നമുക്ക് അനുഗ്രഹിക്കാൻ, നിങ്ങൾ അനുഗ്രഹിക്കാത്തവരായി ഈ പ്രപഞ്ചത്തിൽ ആരും ഉണ്ടാകരുത്. ഫ്രാൻസിസ് പിതാവ് കുർബാന ഏൽപ്പിക്കുമ്പോൾ, അത് ആരഞ്ചേരി പിതാവ് കുർബാന ഏൽപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് 3 പ്രാവശ്യം പറയും. അത് പ്രാർത്ഥന ചോദിച്ചുകൊണ്ടുള്ളതാണ്. ഓരോ പിതാക്കന്മാർക്കും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഓരോ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവിനെ പോലും അറിയും. ഓരോരുത്തർ സാത്താൻ ബോധപൂർവ്വം പഠിക്കാൻ ഉദ്യമിക്കുന്നുണ്ട്. ഓരോരുത്തന്മാരെയും സമർപ്പിതരെയൊക്കെ അവരൊക്കെ നിലംപതിക്കാൻ ഇടയാകരുത്. നിങ്ങളുടെ കൈകളിൽ താങ്ങണം. നിങ്ങളുടെ പുരോഹിതന്മാർ പാപം ചെയ്യാൻ, നിങ്ങളുടെ അഭിഷിക്ത പാപം ചെയ്യാൻ ഇടയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അവരുടെ താങ്ങി നിർത്താനായിട്ട് സാധിക്കണം. ഞാൻ പലപ്പോഴും ഉദാഹരണമായി പറയാറുണ്ട്, എൻ്റെ അമ്മയൊക്കെ പഴയ കാലങ്ങളിലൊക്കെ ഒടവിലൊക്കെയാണ് വീട് വെച്ചിരുന്നത്. ആ കൃഷി ഇടങ്ങളിൽ കാട്ടുമരം വെട്ടി 6 തൂണ് കെട്ടി അതിൽ മേഖല കയറ്റി വിടുന്നു. എന്നാൽ അമ്മ പ്രത്യേകം ശ്രദ്ധിക്കും, ഈ 6 കാലുകളിൽ ചെതല് കയറാതിരിക്കാൻ, കുത്തൽ പിടിക്കാതിരിക്കാൻ മണ്ണെണ്ണയും കരിയോയും ഒക്കെ തേക്കും. എന്നാൽ കൂര താഴെ പോവുകയില്ല. കൂര താഴെ പോകാതിരിക്കാൻ തൂണുകളിൽ, വെറും പാഴ്മരങ്ങളുണ്ടായ തൂണുകളിൽ മണ്ണെണ്ണയും ഡീസലും അതുപോലുള്ളതായ കരിയോയും ഒക്കെ തേച്ച് നിർത്തുന്നത് പോലെ പുരോഹിതന്മാരെ കേട് പറ്റാതിരിക്കാൻ, അവര് കുത്തൽ വീഴാതിരിക്കാൻ വേണ്ടി, അവർക്ക് ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടി താങ്ങി നിർത്തേണ്ടത് നിങ്ങളാണ്. എങ്കിൽ സഭയുടെ മേൽക്കൂര സുരക്ഷിതമായിരിക്കും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് ഒരുമയോടെ നിന്നുകൊണ്ട് കൃപയുടെ നിറവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നിരാശപ്പെട്ട ഈ സമൂഹവുമായി ബന്ധപ്പെട്ടവരിൽ ആരും നിരാശപ്പെടരുത്, ഒരിക്കലും കേൾക്കരുത്. തകർന്നു പോയി പള്ളിയിൽ പോക്ക് നിർത്തിയതും ഒരിക്കലും ഈ മലീഭവനത്തിൽ കാലുകുത്തിയവർ, എമ്മാവസ്ഥാനിൽ കാലുകുത്തിയവരുടെ ആത്മാവ് നശിക്കരുത്. അതിന് നിർബന്ധം ഉണ്ടാക്കണം. നിങ്ങൾക്ക്, എനിക്ക് നിർബന്ധം ഉണ്ടാകണം. എത്രമാത്രം സഹിക്കേണ്ടി വന്നാലും ഒരാത്മാവ് പോകരുത്. നാളെ നമ്മുടെ പ്രേക്ഷിതർ
8 പേര് 9 പേരോളം തെരുവിൽ നമ്മൾ 1-2 സ്ഥലങ്ങളിലായിട്ട് വചനം പറയുവാനായിട്ട് പുറപ്പെടുന്നുണ്ട്. ഔസേപ്പച്ചന്റെ നേതൃത്വത്തിൽ പ്രേക്ഷിതർ ലക്ഷ്യമെന്ന് മാത്രം വചനം ഇവിടെ നിന്ന് പുറത്തേക്കൂടെ ഒഴുകണം. തെരുവീതികളിൽ വചനം പ്രഘോഷിക്കാനായിട്ട് എടുക്കുന്ന വികാരിച്ചൻ്റെയും എടുക്കുന്നത് നമ്മൾ ഏത് സ്ഥലത്ത് പോകുന്നോ അവിടുത്തെ വികാരിച്ചൻ്റെ അനുവാദം പ്രത്യേകമാണ് ചോദിക്കും. അനുവാദത്തോടുകൂടി നെടുങ്ങുന്ന ഫിലിപ്പച്ചൻ്റെയും അതുപോലെ തന്നെ നെടുങ്ങാടുപള്ളി വികാരിച്ചൻ്റെയും അനുവാദത്തോടുകൂടി ആയിരിക്കും നമ്മൾ അതാത് സ്ഥലങ്ങളിൽ പോകുന്നത്. ഓരോ ഇടവകയിലും നമ്മൾ അപ്പോൾ അവർക്ക് ചുറ്റും ഒരു സംരക്ഷണം ഉണ്ടാകണം. അവർക്ക് ചുറ്റും ഒരു സംരക്ഷണം ഉണ്ടാകും. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് മരിയഭവനത്തെ എമാവചാരകേന്ദ്രത്തെ പ്രതിനിധീകരിച്ചിറങ്ങുന്നവരാണ്. ഒരിക്കലൊരു തിന്മ ആഗ്രഹിച്ച ആരംഭ സമയത്ത് ഒരിക്കലൊരു തിന്മ പരിഹസിച്ചോ അവർക്ക് മനസ്സ് നൊമ്പരപ്പെടുന്നവരെയോ ശാരീരികമോ മാനസികമോ അവരെ പിന്തിരിപ്പിക്കുന്ന ഇറങ്ങിത്തിരിച്ച് ലക്ഷ്യം വെച്ച് തിരിച്ചതിനെ പിന്തിരിപ്പിക്കുന്ന ഒരു തിന്മയും അവരെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 നിയമങ്ങൾ സമർപ്പിക്കുന്ന കർമ്മയത്തൊന്ന് സ്തുതിക്കാമോ?